ചേലക്കരയിൽ എൽ.ഡി.എഫ് സ്ഥാനാർത്ഥി യു.ആർ. പ്രദീപ് വമ്പൻ കുതിപ്പ് നടത്തുമ്പോൾ ചെങ്കോട്ടയണി ചേലക്കര എന്നാണ് കെ രാധാകൃഷ്ണൻ എം പി തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചു വെച്ചത്. അത് പെട്ടെന്നുണ്ടായ പ്രതികരണമല്ല. CPM-ന് വളരെ വ്യക്തമായിരുന്നു പ്രദീപിന്റെ ഈ വിജയം സുനിശ്ചിതമായിരുന്നു. പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ മുതൽ UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിനെ അപ്രസക്തയാക്കിക്കൊണ്ടാണ് പ്രദീപിന്റെ ആ മുന്നേറ്റം. നിമിഷ നേരം കൊണ്ട് പ്രദീപിന്റെ ഭൂരിപക്ഷം 10,000 കടന്നതോടെ LDF ക്യാമ്പുകൾ വിജയം സുനിശ്ചിതമെന്ന്. CPM-നെ സംബന്ധിച്ച് ചേലക്കരയിലെ വിജയം ആശ്വാസകരം തന്നെയാണ്. ഭരണവിരുദ്ധ വികാരമില്ല എന്ന് തെളിയിക്കാൻ ചേലക്കരയിലെ വിജയം കൊണ്ട് മാത്രം തുറക്കാൻ സാധിക്കും. എന്നാൽ PV അൻവറിന്റെ ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്തായിരിക്കും? അൻവറിന്റെ അനുഗ്രഹ ആശംസകളോടെ പിന്തുണയോടെ മാധ്യമങ്ങളുടെ കടുത്ത ആക്രമണത്തിന് വിധേയനായ പൊതുമരാമത്ത് മന്ത്രി PM മുഹമ്മദ് റിയാസിനും ചേലക്കരയിലെ ഈ വിജയം വൻ നേട്ടമാണ്. കാരണം റിയാസിനായിരുന്നു അൻവറിനെതിരെ ആ മണ്ഡലത്തിലെ ഇടത് സ്ഥാനാർത്ഥിയുടെ പ്രചരണ ചുമതല. ചിട്ടയായ പ്രവർത്തനം നടത്തുകയും വോട്ടുകൾ മുൻപേ ചേർക്കുകയും ചെയ്ത UDF-ന് ചേലക്കരയിലെ കനത്ത പരാജയം താങ്ങാനാത്തത് തന്നെയാണ്. രമ്യ ഹരിദാസിനും ഒരു ഘട്ടത്തിലും ഒരു പഞ്ചായത്തുകളിലും മുന്നിലെത്താൻ സാധിച്ചില്ല. 2016 നേടിയ 14,000 എന്ന സ്വന്തം ഭൂരിപക്ഷത്തെ ഇതാ പ്രദീപ് കുമാർ മറികടക്കുന്നു. 2021 കെ രാധാകൃഷ്ണൻ നേടിയ 39,000 എന്ന ഭൂരിപക്ഷത്തിന്റെ അടുത്തേക്കാണ് പ്രദീപിന്റെ കുതിപ്പ്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കേവലം 5,000 വോട്ടുകൾക്ക് പിന്നിൽ പോയ രമ്യ ഹരിദാസ് പരാജയപ്പെടാൻ പോകുന്നത് കനത്ത തോൽവിയിലേക്കാണ്. UDF-ന് അത് കനത്ത തിരിച്ചടി തന്നെയാണ്. PV അൻവറിന്റെ സ്ഥാനാർത്ഥിക്ക് മണ്ഡലത്തിൽ കാര്യമായ ചലനങ്ങളൊന്നും സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. ഇടത് കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതാണല്ലോ, അൻവറോ BJP-യോ കോൺഗ്രസ് സ്ഥാനാർത്ഥിയോ ഒന്നും ഇടതിന്റെ തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ഒരു തടസ്സമേ അല്ല. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ വരെ ലംഘിച്ച് മുഖ്യമന്ത്രിയുടെ പ്രചരണത്തിനിടെ ലോറികൾ വരെ കൊണ്ടിറക്കി വളരെ പ്രാകൃതമായ പ്രതികാരത്തിന് ഇറങ്ങി തിരിച്ച PV അൻവർ ഇപ്പോൾ ചേലക്കരയിൽ നിന്നും തലയും മുണ്ടുമുട്ടോടിയ അവസ്ഥയിലാണ്. ഇനി അൻവർ എന്തൊക്കെ കാണാനിരിക്കുന്നു? ചേലക്കരയിൽ, പാലക്കാട്, ഇവിടെയൊക്കെ കോൺഗ്രസിന്റെ കൂട്ടുപിടിച്ച് അൻവർ പറഞ്ഞു വെച്ചതൊക്കെ തിരിച്ചെടുക്കുമോ എന്നാണ് ചോദ്യം. അൻവർ കോൺഗ്രസ് കൂട്ടുകെട്ട് അതിന് ഉത്തരം പറയേണ്ടി വരും. അതുകൊണ്ടാണല്ലോ NDA ഘടകകക്ഷിയായ BDS-ലെ തുഷാർ വെള്ളാപ്പള്ളിയുടെ പിതാവ് സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ വളരെ വ്യക്തമായി പറഞ്ഞതും NDA UDF മുന്നണികൾ അപ്രസക്തമായി പോയ ഉപതെരഞ്ഞെടുപ്പാണിതെന്ന്. ഉപതെരഞ്ഞെടുപ്പ് ഫലം ഭരണ വിലയിരുത്തലുമായി കാണാൻ കഴിയില്ല. താനിപ്പോഴും LDF-ന്റെ നിലപാട് ശരിയാണെന്ന് കരുതുന്ന ആളെന്ന് വെള്ളാപ്പള്ളി പറയുന്നു. ഇടത് സർക്കാരിന്റെ ഐശ്വര്യമാണ് NDA എന്നും താൻ കരുതുന്നു. NDA മുന്നണിയിൽ പാർട്ടികൾ തമ്മിൽ കൂട്ടയടിയാണ്. UDF തന്നെ ജയിലിലടയ്ക്കാനാണ് നോക്കിയതെന്നും വെള്ളാപ്പള്ളി ഇപ്പോഴും ഓർത്തെടുക്കുന്നുണ്ട്. ഇനിയും ഇടത് ഭരണത്തെ നേതാക്കൾ കൂടുതൽ പേർ വിലയിരുത്താൻ ഇരിക്കുന്നതേ ഉള്ളൂ. വെള്ളാപ്പള്ളി അടക്കം വിലയിരുത്തൽ വന്നുകൊണ്ടേയിരിക്കുന്നു. എന്തായാലും ഇടതിന് അഭിമാനിക്കാവുന്ന വിജയം തന്നെയാണ് ഇപ്പോൾ ചേലക്കരയിൽ തുടക്കമിട്ടിരിക്കുന്നത്. ഇനി 2026-ലെ 3ാം വട്ട ഭരണം, അതാണിപ്പോൾ ഇടതിന്റെ ലക്ഷ്യവും.